ജാതി മത ഭേദമന്യേ എല്ലാ മതക്കാർക്കും പ്രവേശിക്കാവുന്നതും ഒട്ടേറെ പ്രത്യേകതകളുള്ളതുമായ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതെ, പൗർണമിക്കാവ് ദേവി ക്ഷേത്രം. ബാലഭദ്ര ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 11:30 മണി വരെ സൗമ്യഭാവത്തിലാണ് ദേവി ഉള്ളതെങ്കിൽ അത് കഴിഞ്ഞ് പ്രപഞ്ച സംരക്ഷണത്തിനായി ഉള്ള പരബ്രഹ്മ ശക്തിയായാണ് ദേവീഭാവം. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായി ഒറ്റക്കല്ലിൽ തീർത്ത പഞ്ചമുഖ ഗണപതിയെ നമുക്ക് കാണാം. പടവുകൾ കയറി ചെല്ലുമ്പോൾ ഹാലസ്യ ശിവന് മുന്നിൽ ധ്യാനത്തിലിരിക്കുന്ന ഭക്തജനങ്ങളെ കാണാം. ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നന്ദിയുടെ ചെവിയിലൂടെ ശിവനിലേക്ക് എത്തിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഇത്. പൗർണമി ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രവുമാണ്. ഇവിടുത്തെ പല വിഗ്രഹങ്ങളും ഒറ്റക്കല്ലിൽ തീർത്തവയുമാണ്. പഞ്ചമുഖ ഗണപതി വിഗ്രഹം, നാഗദൈവങ്ങളുടെ വിഗ്രഹം, അതുപോലെ ഹാലസ്യ ശിവന്റെ വിഗ്രഹം, ഇവയൊക്കെ ഒറ്റക്കല്ലിൽ തീർത്ത വലിയ വിഗ്രഹങ്ങളാണ്. പഞ്ചമുഖ ഗണപതിക്ക് മുന്നിൽ നാളികേരത്തിൽ നക്ഷത്രം എഴുതി ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്നു. ഇത് അവിടെ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അദൃശ്യ ശക്തിയുള്ള വലിയ വിഗ്രഹമാണ് ഹാലസ്യ ശിവനുള്ളത്. ഇതിൽ ശിവൻ കണ്ണിമ വെട്ടുന്നതായി പല ഭക്തജനങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അമ്മയ്ക്ക് ചുറ്റുമുള്ള അക്ഷരദേവതകൾ. അതിനാൽ അക്ഷരദേവതാ ക്ഷേത്രം എന്നും വിളിക്കപ്പെടുന്നു. ഭക്തജനങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരമേകാൻ ദേവിയുടെ തന്നെ ശക്തിപീഠങ്ങളുമുണ്ട് ഇവിടെ. പൗർണമി ദിവസങ്ങളിൽ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ ക്ഷേത്രം തുറന്നിരിക്കും. പരിധിയില്ലാതെ ഭക്ഷണം വിളമ്പുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. പൗർണമി ദിവസത്തിൽ മഹാഗണപതി ഹോമം, അക്ഷരദേവതാ പൂജ, സർവശാപദോഷ ശാന്തി പൂജ, പൗർണമി പൂജ, കലശാഭിഷേകം, ശ്രീചക്ര പൂജ, കാര്യസിദ്ധി പൂജ, ചണ്ഡികാ പൂജ, നാഗർ പൂജ, സർവദോഷ നിവാരണ പൂജ എന്നിങ്ങനെ ഒട്ടനവധി പൂജകളുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ശനീശ്വര വിഗ്രഹമാണ്. 15 അടി ഉയരത്തിലുള്ള ശനീശ്വര വിഗ്രഹത്തിന് അഭിമുഖമായി 13 അടി നീളമുള്ള കാക്കയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശനിയാഴ്ചയും പൗർണമിയും ഒത്തുവന്ന ദിനത്തിലാണ് ഇവിടെ ശനീശ്വര പ്രതിഷ്ഠ നടത്തിയത്. ജാതകത്തിൽ ശനിദശയുള്ളവർക്ക് ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും തന്നെ ഉണ്ട്. കാക്കയുടേതും കൃഷ്ണശിലാ വിഗ്രഹമാണ്. ഇവിടുത്തെ നാഗരുടെ വിഗ്രഹവും ഒറ്റക്കല്ലിൽ തീർത്തതാണ്. പൗർണമി ദിവസങ്ങളിൽ പുള്ളുവൻ പാട്ടോടുകൂടിയ നാഗാരാധന ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ആദിപരാശക്തി, ദുർഗ, രാജമാതംഗി ദേവതമാർ രാജസ്ഥാനിലെ ഒറ്റക്കൽ മാർബിളിൽ തീർത്ത വിഗ്രഹങ്ങളാണ്. 23.5 അടി ഉയരവും 30 ടൺ ഭാരവുമുള്ള ആദിപരാശക്തിയുടെ വിഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹം കൂടിയാണ്. ഇവിടെ കാര്യസിദ്ധി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. അക്ഷരദേവതമാരുടെ ക്ഷേത്രമായ ഇവിടെ നവരാത്രി ഉത്സവം വലിയ രീതിയിൽ ആഘോഷമായി കൊണ്ടാടുന്നു. വിദ്യാരംഭത്തിനായി നിരവധി കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. 51 അക്ഷരദേവതകളെ പ്രതിനിധാനം ചെയ്ത് 51 വലിയ വിളക്കുകൾ ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തർ വിളക്ക് തെളിയിച്ച് ഈ വിളക്കുകളെ പ്രദക്ഷിണം ചെയ്യുന്നതും കാണാം. ഇന്നിവിടെ ലക്ഷദീപത്തിനുള്ള ഒരുക്കത്തിലാണ്. വിളക്കുകളെല്ലാം കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പൗർണമിക്കാവിലെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.